കേരളത്തിൽ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഉണ്ടെന്നാണ് നേരത്തെ മുതൽ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ കേരളം വിട്ട് അസാമിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നല്ലോ. അല്ല, റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നല്ല സിനു അതിനെ പറയേണ്ടത്. കാരണം ഇന്നലെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പത്രസമ്മേളനത്തിൽ കേരളത്തെക്കുറിച്ച് പറഞ്ഞു. അതീവ ഗുരുതരമായ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തു. ആസാമിൽ ഭൂമി മുസ്ലിങ്ങൾ വാങ്ങുന്നതിന് ചില വിലക്കുകൾ, ചില നടപടിക്രമങ്ങൾ, അങ്ങനെയൊന്നും മുസ്ലിമിന് ഭൂമി വിൽക്കാൻ പാടില്ല എന്ന് മന്ത്രിസഭ തീരുമാനിച്ചു. അത് ഈ അവിടുത്തെ ജനസംഖ്യയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ വൻതോതിൽ കടന്നു കയറിയിട്ട് ഭൂമി വാങ്ങി അവിടെ പൗരന്മാരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. ആ പത്രസമ്മേളനത്തിൽ കേരളത്തെക്കുറിച്ച് ഹിമന്ത ബിശ്വ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. കേരളത്തിലെ ഒരു എൻ ജി ഒ എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, അപ്പോൾ വിവിധ സംഘടനകൾ മതവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് എൻ ജി ഒകൾ പ്രവർത്തിക്കുന്നത്. ഒരു എൻ ജി ഒ ആസാമിൽ വലിയ തോതിൽ ഭൂമി വാങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുന്നു. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാവുന്ന പരിപാടികൾ ഈ എൻ ജി ഒ ആസാമിൽ നടത്തി. അങ്ങേറ്റം ഗുരുതരമായ ആരോപണമാണ്. കാരണം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മതവുമായി ബന്ധമുള്ള, അങ്ങനെയും പറഞ്ഞു, ഒരു മതവുമായി ബന്ധമുള്ള ഒരു സന്നദ്ധ സംഘടന, അതാണല്ലോ എൻ ജി ഒ, ആസാമിൽ വലിയ തോതിൽ ഭൂമി വാങ്ങി എന്നിട്ട് ആസാമിനെതിരെ എന്നല്ല രാജ്യസുരക്ഷയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. എന്നിട്ട് പറഞ്ഞു ഈ സംഘടന പ്രവർത്തിക്കുന്നത്, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് അവർ പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നു, മെഡിക്കൽ കോളേജുകൾ തുടങ്ങണം, നഴ്സിംഗ് കോളേജുകൾ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഈ സംഘടന ഏതാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ 1-2 എൻ ജി ഒകളുടെ പേര് പറഞ്ഞു. ഒന്ന് ബാരക് വാലി, ശ്രീഭൂമി എന്നൊക്കെ കേൾക്കുമ്പോൾ ശ്രീദേവി, ശ്രീവിദ്യ, ശ്രീലക്ഷ്മി എന്നൊക്കെ പറയുന്ന പോലെ ഒന്നുമല്ല. ശ്രീഭൂമി എന്ന് പറയുന്ന ഇതും ബാരക് വാലി എന്ന് പറയുന്ന 2 സംഘടനകൾ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ 2 സംഘടനകൾക്കും കേരള ബന്ധം കാണുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ ആ എൻ ജി ഒയുടെ പേര് ഇപ്പോൾ നമുക്ക് കിട്ടും, നമ്മൾ പറയാം. മുഖ്യമന്ത്രി പറയാത്തത് കൊണ്ട്, മുഖ്യമന്ത്രി അത് പറയാത്ത മറ്റു ചില എൻ ജി ഒകളുടെ പേര് പറഞ്ഞിട്ട് കേരളത്തിൽ നിന്നുള്ള എൻ ജി ഒയുടെ പേര് എന്തുകൊണ്ട് ഹിമന്ത ബിശ്വ പറഞ്ഞില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കൂടുതൽ ഗൗരവതരമായ അന്വേഷണം ആ എൻ ജി ഒക്കെതിരെ നടക്കാൻ പോകുന്നു. അപ്പോൾ ആസാം പോലീസ് കേരളത്തിലേക്ക് വരാൻ പോവാണ്. മാത്രമല്ല ഇത് പിണറായി വിജയൻ കൂടെ മറുപടി പറയേണ്ട കാര്യമാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എൻ ജി ഒ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആസാമിൽ ചെന്നിട്ട് അവിടെ വലിയ തോതിൽ ഭൂമി വാങ്ങി. അതുകൂടാതെ രാജ്യത്തിനെതിരായി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ സ്വാഭാവികമായും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയണം, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അറിയണം, കേരളത്തിലെ ഇന്റലിജൻസ് അറിയണം, അല്ലേ, സ്പെഷ്യൽ ബ്രാഞ്ച് അറിയണം. കേരളം വിട്ടിട്ട് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് അവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടന കേരളത്തിലുള്ളതാണെങ്കിൽ അവരെ ബുക്ക് ചെയ്യാൻ, അവരെ പൊക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? പിണറായി വിജയനുണ്ട്, കേരള പോലീസിനുണ്ട്. പിണറായി വിജയൻ കൂടെ മറുപടി പറയണം ഏതാണ് സംഘടന എന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അന്യ സംസ്ഥാനത്ത് പോയി ഇത് നോക്കൂ. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ആസാമിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരു സംഘടന വന്നിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറയുമ്പോൾ അവിടെയുള്ള മറ്റ് മലയാളികളെ ആസാമുകാരെങ്ങനെ കാണും? ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ രാജ്യത്തിനെതിരായ പ്രവർത്തനം നടത്തുന്ന, നിയമവിരുദ്ധമായി ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്ന സംഘത്തിൽപ്പെട്ട ആളുകളുടെ നാട്ടുകാർ, അല്ലേ, അടുപ്പക്കാർ ആണ് ഈ നിൽക്കുന്ന ഓരോ മലയാളി എന്ന് പറയും. മലയാളിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ സംഘടന, ഈ എൻ ജി ഒ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത് വളരെ അധികം ഗൗരവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ കാര്യം പറഞ്ഞില്ലേ, ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ബഹളം വെച്ചു. അതിനുശേഷം ഛത്തീസ്ഗഡിൽ നിന്നുള്ള വിവരം അറിയാമോ? ഛത്തീസ്ഗഡ് നിലവിലുള്ള മതപരിവർത്തന നിയമം കൂടുതൽ കടുപ്പിക്കാൻ പോവാണ്. അതിന് വധശിക്ഷ ഉൾപ്പെടെ നൽകുന്ന തരത്തിലേക്ക് നിയമം ഉയർത്താൻ പോവാം. നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്തൊക്കെ നടത്തിയാൽ വധശിക്ഷ നൽകണമെന്ന തരത്തിലേക്ക് നിയമ ഭേദഗതി വരുത്താൻ പോവാണ്. പിന്നെ ഈ സംഭവം കേരളത്തിൽ കുറേ ബഹളം ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ആദിവാസി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിൻ്റെ ആളുകളാണ് കന്യാസ്ത്രീമാർ എന്നുള്ള വികാരം വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി സാധാരണ ഹിന്ദുക്കൾക്കിടയിൽ എത്തിക്കാൻ ഇവരുടെ ഈ പ്രചരണത്തിന് കഴിഞ്ഞു. സത്യത്തിൽ മൊത്തത്തിൽ അളന്നു തൂക്കിയെടുത്താൽ ഈ 2 കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരുപറ്റം വൈദികരും ഒരുപറ്റം മാധ്യമങ്ങളും ചേർത്ത് നടത്തിയ കാമ്പയിൻ നോർത്ത് ഇന്ത്യയിൽ ക്രൈസ്തവരുടെ നില കൂടുതൽ പരിങ്ങലാക്കിയിട്ടുണ്ട്. ഇവരാണ് പണി കൊടുത്തത് അവർക്ക്, അല്ലേ? അതെ.
ഇവരെ സഹായിക്കാനെന്ന് പറഞ്ഞ് രാഷ്ട്രീയമായി കേരളത്തിൽ മുതലെടുക്കാൻ വേണ്ടി നടത്തിയ ക്യാമ്പയിനാണ്. അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസും ഉണ്ടായിരുന്നത്, ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരുന്നത്. ഇവിടുത്തെ കോൺഗ്രസ് അങ്ങ് മെഴുകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അനുഭവിക്കാൻ പോരുന്നറിയോ, ക്രൈസ്തവർക്കെതിരെ, മിഷണറി പ്രവർത്തകർക്കെതിരെ വ്യാപകമായ സംശയവും ആളുകളുടെ നീരസവും ഉണ്ടാകാൻ ഈ സംഭവം സഹായിച്ചു എന്നുള്ള സത്യമാണ്. എന്നോടൊരു വൈദികം പറഞ്ഞാണ്, ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ അവിടെ ഇറങ്ങി നടന്നാൽ അടി കിട്ടുന്ന അവസ്ഥയായി. നേരത്തെ ഇത്തരം പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇതൊരു കേസെടുത്തു, അത് ആ വഴിയൊക്കെ പോകുമായിരുന്നു. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് കേരളത്തിൽ ശ്രമിച്ചപ്പോൾ നോർത്ത് ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നാണ് എന്നോട് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്ന നിലപാടുള്ള ഒരു വൈദികരാണ് പറഞ്ഞത്. നമുക്ക് ഒരുപാട് വൈദികർ സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം പറഞ്ഞു തെറ്റാണ്, അറസ്റ്റ് ചെയ്തതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ അത് ഇത്ര വലിയ പ്രശ്നമായി മാറ്റിയെടുത്തത് അവിടെയുള്ള തുടർന്നുള്ള മിഷണറി പ്രവർത്തനത്തിന് കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ നടത്തുന്ന കുറേ സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാവരും ഒന്നും മതം മാറ്റുന്നവരൊന്നുമല്ല. അവർക്ക് പോലും ഇത്തരം ഇൻറ്റൻഷൻ ഇല്ലാത്ത ആളുകൾക്ക് പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. ഇപ്പോൾ സഭ ഇപ്പോൾ വിട്ടു അല്ലേ, കേരളത്തിൽ എല്ലാവരും വിട്ടു. പക്ഷേ ഛത്തീസ്ഗഡിലെ കേസ് തീർന്നിട്ടില്ല. മാസത്തിൽ ഒരിക്കൽ കന്യാസ്ത്രീകൾ പോയി ഒപ്പിടണം, അതിലാർക്കും പരാതിയില്ലേ? ആ കേസിൻ്റെ വിചാരണ നടക്കും, അതിൽ പരാതിയില്ലേ? അതിൽ കുറ്റക്കാരെന്ന് കണ്ടാൽ ശിക്ഷിക്കപ്പെടും, അതിൽ പരാതിയില്ലേ? അപ്പോൾ എന്താ വിട്ടുകളഞ്ഞ് നിങ്ങൾ എന്ത് വിജയം നേടി? എന്തായാലും കന്യാസ്ത്രീകളെ ഉള്ള കാലം മുഴുവൻ ജയിലിലടയ്ക്കാനൊന്നും പോകുന്നില്ല. അവർക്ക് ജാമ്യം കിട്ടും. അതെ, എന്തായാലും ജാമ്യം കിട്ടും. 2 ദിവസം വൈകിയാണെങ്കിലും കിട്ടുമായിരുന്നു. അതിനുവേണ്ടി നിശബ്ദമായി അതിനുവേണ്ടി ശ്രമിക്കാതെ ഒരു വലിയ ബഹളം ഉണ്ടാക്കിയുണ്ട് ഇത്. അതുപോലെയാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ. എനിക്ക് തോന്നുന്നത് അവിടെ വിദ്യാഭ്യാസം, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഹിമന്ത ബിശ്വ ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്നുള്ള സംശയം ഉണ്ടാവും. പക്ഷേ അവിടെ മൊത്തത്തിൽ ആസാമിൽ മതപരിവർത്തന ലോബിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഇവാഞ്ചലിസ്റ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ലൊന്നുമില്ല. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം, റോഹിംഗ്യകളുടെ നുഴഞ്ഞുകയറ്റം മാത്രമല്ല, മതപരിവർത്തന ലോബികളുടെ താല്പര്യമുണ്ട്. അവിടെ ഇപ്പോൾ ചെയ്തതെന്നറിയും. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഇപ്പോൾ ആസാമിൽ നിന്ന് ബംഗ്ലാദേശികളെ പുറത്താക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് പേരെ പുറത്താക്കി ആളുകളെ പുറത്താക്കുന്നത് ഇവർക്ക് ഡോക്യുമെൻ്റ് ഇല്ല, അങ്ങ് താമസിക്കുകയാണ്. പിടിക്കും, അവർ വ്യാജമായി ഉണ്ടാക്കിയ എന്തെങ്കിലും സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് അവിടെ താമസിക്കും. പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ 30 വർഷമായിട്ട് താമസിക്കുകയാണ്. ശരി, നിൻ്റെ ഒരു ബന്ധുവിൻ്റെ പേര് പറ. 30 വർഷമായിട്ട് താമസിക്കുന്നതിൻ്റെ ഒരു അമ്മാവനോ ഒരു അനന്തരവനോ ആരെങ്കിലും കാണുമല്ലോ. അത് ചോദിക്കുമ്പോൾ ആരുമില്ല. ആരുടെയെങ്കിലും പേര് പറയണ്ടേ? ഇന്നടത്ത് താമസിക്കുന്ന രാഘവൻ എൻ്റെ ബന്ധുവാണ്, കണിയണത്ത് രാഘവൻ എൻ്റെ അമ്മാവൻ്റെ മോനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി അവിടെ പോയി രാഘവനോട് ചോദിക്കാം, ആ നിൻ്റെ ആളാണോ അവിടെ താമസിക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളതാണെന്ന് ഉറപ്പിക്കാം. പക്ഷേ ഈ ആസാമിൽ നിന്ന് പിടിക്കുന്ന ബംഗ്ലാദേശി മുസ്ലിമുകൾക്ക് ഒരു ബന്ധുവില്ല. അതിനുവേണ്ടി ഇപ്പോൾ എന്താണെന്നറിയോ, അവിടെ ഒരു സംഘം അവിടെ ലാൻഡ് ചെയ്തിട്ട് ബന്ധുക്കളെ ഉണ്ടാക്കി കൊടുക്കുക. അതായത് പ്രശാന്ത് ഭൂഷൺ, അഷ്റഫ് മന്ദർ, ജവഹർ സിക്കാർ ഇന്നലെ ബംഗ്ലാദേശികൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്, അള്ളാഹ് ഉണ്ടാക്കിയ ഭൂമിയാണ്, ഇന്ത്യയും അള്ളാഹ് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ബംഗ്ലാദേശിക്ക് ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞ പെണ്ണുപിള്ളയുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ ഒരു ചമച്ച ആയിട്ടുള്ള ഭയങ്കര അടുപ്പക്കാരിയായ സയ്യിദ ഹമീദ് ഉൾപ്പെടെയുള്ള ഒരു സംഘം അവിടെ ചെന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നറിയോ, നിങ്ങൾക്ക് ബന്ധുക്കളെ ഉണ്ടാക്കി തരും. അതായത് ഇപ്പോൾ ആസാമിലെ ദിബ്രുഗഡിലുള്ള ഒരാളതായിരിക്കട്ടെ, ഒരാളെ പിടിച്ചു, അയാളോട് പറയുകയാണ് നിനക്ക് ഗുവാഹട്ടിയിൽ നിനക്ക് ഒരു അനന്തരവനുണ്ടെന്ന് പറയും. എന്നിട്ട് ഈ അവിടുത്തെ ആളോട് പറയും നിന്റെ അന്നടത്ത് താമസിക്കുന്ന മുനീർ നിന്റെ അമ്മാവൻ്റെ മോനാണെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് ബന്ധുക്കളെ വേണ്ടി വന്ന് ഇവരെ നിർത്തി ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് ആൽബത്തിൽ ഒട്ടിക്കും. ഞങ്ങൾ ഒരുമിച്ച് പരിപാടിക്ക് കഴിഞ്ഞ വർഷം കൂടെ കണ്ടതാണ്. എൻ്റെ ഇളയ മോൻ്റെ സുന്നത്ത് കല്യാണത്തിൽ വന്നിരുന്നു, അന്നെടുത്ത ഫോട്ടോയാണ്. ഇങ്ങനെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആപ്പ് ഉണ്ടാക്കിക്കൊണ്ട് പേര് ചേർക്കുക, ബന്ധുവിനെ ഒപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയും ബംഗ്ലാദേശികളെ ആസാമിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. ഇത് തന്നെയാണ് ബംഗാളിലും. ബംഗ്ലാദേശികളെ പുറത്താക്കാൻ പാടില്ല, അവരെ ഇന്ത്യയിൽ താമസിപ്പിക്കണം. അവരെ എന്തിനാണെന്നറിയോ താമസിപ്പിക്കുന്നത്? അവർക്ക് വോട്ടവകാശം വേണം, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ നമ്മുടെ ഈ പറഞ്ഞ കേരള NGO ഏതാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ വരും. എന്തായാലും ആസാം പോലീസ് കേരളത്തിലേക്ക് വരും. കേരളത്തിൽ നിന്ന് പോയി ആസാമിൽ വിധ്വംസ പ്രവർത്തനം നടത്താൻ അല്ലെങ്കിൽ അവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അവർക്ക് എന്തായാലും ആസാം പോലീസ് നല്ല ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കേരള പോലീസ് പോലെയൊന്നുമല്ല. നമ്മൾ തൃശ്ശൂർ ഈ മനുഷ്യക്കടത്തിന് 2 പേരെ കുട്ടികളെ കൊണ്ടുവന്നു, അവരെ സ്വീകരിക്കാൻ 2 കന്യാസ്ത്രീമാർ വന്നപ്പോഴത്തേക്ക് പോലീസ് എന്താ പറഞ്ഞത്, കുട്ടികളെ കടത്തിലെടുത്തിട്ട് മടത്തിന്ന് വന്നൊരു പൊക്കമെന്ന് പറഞ്ഞു. അത് ആസാമിൽ നടക്കൂല. ആസാമിൽ നല്ല മുട്ട ബിരിയാണി ഹിമന്ത കൊടുക്കും. അപ്പോൾ ഇന്നലെ ഈ ഹിമന്തയോട് ചോദിച്ചു, ഈ സയ്യിദ ഹമീദ് പറഞ്ഞല്ലോ ആസാം എല്ലാവർക്കും വേണ്ടി
തുറന്നു കൊടുക്കണം, ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഈ സെയ്ദ ഹമീദിനെതിരെ കേസെടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഹിമന്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്തിന് അവർക്ക് ഗുണമുണ്ടാക്കി കൊടുക്കുന്നു? ഞാനെങ്ങാനും കേസെടുത്താൽ അയ്യോ എനിക്കെതിരെ കേസെടുത്തേന്നും പറഞ്ഞ് ഇവർ രാജ്യവ്യാപകമായി പിരിവ് നടത്തും. ഇഷ്ടംപോലെ ആളുകൾക്ക് അവർക്ക് കാശ് അയച്ചു കൊടുക്കും, അവർക്ക് നിറയെ പൈസ കിട്ടും. അങ്ങനെ അവർക്ക് എൻ്റെ ചിലവിൽ പൈസ ഉണ്ടാക്കണ്ട. പിന്നെ ആരെങ്കിലും സ്വകാര്യ വ്യക്തികൾ കൊടുത്താൽ ആ കേസിന് വഴിക്കുമോ, അല്ല സർക്കാർ കേസെടുക്കാനില്ല. പിന്നെ ഇപ്പോൾ സെയ്ദ ഹമീദ് ആസാമിൽ നിന്ന് പോയല്ലോ, ഇനിയൊന്ന് വരട്ടെ, വരുമ്പോൾ ഞാനൊരു പ്രത്യേക സ്വീകരണം കൊടുക്കുന്നുണ്ട് എന്നും ഹിമന്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയ്ദ ഹമീദിന് മനസ്സിലായിട്ടുണ്ട് ഇനി ആസാമിൽ വന്നാൽ പണി നല്ലപോലെ നല്ല ഒരു പ്രത്യേക സ്വീകരണം ഹിമന്ത ബിശ്വ ശർമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള മെസ്സേജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇനി ഒന്നുകൂടെ വരട്ടെ, അപ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹിമന്ത ബിശ്വ ശർമ്മയെ. ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, കോൺഗ്രസിൻ്റെ അഭിമാനിയായ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പപ്പു ഗാന്ധിയെ കാണാൻ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ചെന്നു. കാണാൻ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞാൽ പുറത്ത് നിർത്തി അപമാനിച്ചു. അതിനുശേഷം വിളിച്ചപ്പോൾ ഒരു പ്ലേറ്റിൽ ബിസ്ക്കറ്റ് കൊടുത്തു. ആ പ്ലേറ്റിൽ നിന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പട്ടിയായിട്ട് നിൽക്കുന്ന വീഡിയോ കണ്ടല്ലോ, ആ പട്ടി വന്ന് പട്ടി നക്കിയ ബിസ്ക്കറ്റ് എടുത്ത് ഹിമന്ത ബിശ്വയ്ക്ക് നേരെ നീട്ടി. അന്ന് അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഹിമന്ത ബിശ്വ. മിക്കവാറും ഹിമന്ത ബിശ്വ രാഹുൽ ഗാന്ധിയെയും കൊണ്ടേ പോകത്തുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.